ഹായ് ഓൾ. ഇന്ന് നമുക്ക് ഈ ഒരു മോഡലിൽ ഇയറിങ്സ് ചെയ്ത് നോക്കിയാലോ. ആദ്യം ഒരു വൈറ്റ് ഷീറ്റിൽ ഈ ഒരു പാറ്റേണിൽ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ OHP ഷീറ്റ് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ സിൽവർ കളർ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുവാണേ. ഇതുപോലെ ആ ഷേപ്പിൽ എങ്ങനെയാണ് അതുപോലെ നമുക്ക് അതിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഫുൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു റൈൻസ്റ്റോൺ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്ത സിൽവർ സ്റ്റോൺസ് ഉണ്ടല്ലോ, അത് ആ സ്റ്റോണിൻ്റെ അടിയിലോട്ട് പോകുന്ന രീതിയിൽ വെക്കണം. ഇങ്ങനെ തള്ളി തള്ളി നീക്കി വെക്കണം. എന്നിട്ട് ഒരു വൈറ്റ് കളർ വാക്സ് ഷീറ്റിൽ വെച്ചിട്ട്, എൻ്റെ അടുത്ത് വാക്സ് ഷീറ്റ് വൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കട്ടിയുള്ള വൈറ്റ് ക്ലോത്താണ് എടുത്തത്. അതിൻ്റെ മുകളിലേക്ക് ഹൂക്ക് ഇങ്ങനെ തൂക്കിയിടാനായിട്ട് ഗം തേച്ചിട്ട് ഹൂക്ക് വെച്ച് കൊടുക്കാം. ഒരു ഐപ്പിനെടുത്ത് ഇങ്ങനെ ഹൂക്കായിട്ട് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ താഴത്തെ പാർട്ട് റെഡിയാണേ. ഇനി നമുക്ക് മുകളിലത്തെ സ്റ്റഡ് ഇങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റഡിന് വേണ്ടിയിട്ട് ഒരു ചെറിയ OHP ഷീറ്റിൽ സെയിം കളർ റയോൺ സ്റ്റോൺ ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ചുറ്റും സിൽവർ കളർ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം. സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തന്നെ കറങ്ങി വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൽ നമുക്ക് ഒരു താഴത്തെ ഹാങ്ങിങ്സ് തൂക്കിയിടാനായിട്ടുള്ളൊരു ഹൂക്കും പിന്നെ ഇയറിൽ വെക്കാനായിട്ട് ഒരു ഇതും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ വൈറ്റ് ക്ലോത്തിൽ തന്നെ അതേ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തത് മുകളിൽ വെച്ച് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ സ്റ്റഡ് ഹാങ്ങിങ്ങിൽ ഇങ്ങനെ കൊരുത്ത് കൊടുക്കാം. അത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ക്ലോസ് ചെയ്തെടുക്കാം. ഞാനെടുത്ത വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇയറിങ്സ് റെഡി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.